ഇപ്പോൾ ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് സംസാരിക്കും. ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ ശിക്ഷകളും കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മളെല്ലാവരും ശക്തമായി തന്നെ അവളോടുകൂടി നിൽക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ മാധ്യമങ്ങളും പൊതുസമൂഹവും നോക്കൂ, മുൻപ് ഒരു 50% ആളുകളെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിധി വന്നതോടുകൂടിയാണ് കുറെ കൂടെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായത് ഇദ്ദേഹം തന്നെയാണ് അത് കൊട്ടേഷൻ കൊടുത്തത്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ, സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് പകരം മറ്റൊരു പെണ്ണിൻ്റെ പേരാണ് അവിടെ പറയുന്നത്, മറ്റൊരു നടിയുടെ പേരാണ് പറയുന്നത്. ആ നടി ഒരിക്കലും ആ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ല അവർ അന്ന് സംസാരിച്ചത്. ഇദ്ദേഹം സ്വയം ഇതെന്നെയാണ്, എന്നെ തന്നെയാണ് എന്ന് ഇദ്ദേഹം ചിന്തിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അദ്ദേഹം ചെയ്തു എന്നുള്ളതിന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ വില്ലനിസം തീർന്നിട്ടില്ല. ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ആ വിധിയിൽ കൂടിയാണ്. അതെങ്ങനെ നേടിയെടുത്തു എന്നും അത് എന്താണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യം എന്നും എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും.